ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് സെക്കൻഡ് ചാപ്റ്റർ നോക്കുന്നു. സെക്കൻഡ് ചാപ്റ്റർ നിങ്ങൾക്കറിയാം, മോഷനെ സംബന്ധിക്കുന്ന ആദ്യത്തെ ചാപ്റ്ററാണ് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു 5-6 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം. ഈ ചാപ്റ്ററിലെ പ്രധാന പോയിന്റുകൾ ഒന്നും വിട്ടുപോകാതെ നമുക്ക് ക്വിക്കായി ഒന്ന് റിവൈസ് ചെയ്യാം. നോക്കാം നമുക്ക്. സോ ആദ്യമായി നിങ്ങൾ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്നുള്ള ചാപ്റ്ററിൽ പഠിക്കേണ്ടത് മോഷനെ കുറിച്ചുള്ള ആദ്യത്തെ ചാപ്റ്ററാണല്ലോ. സോ എന്താണ് മോഷൻ, എന്താണ് റെസ്റ്റ്, ടൈപ്സ് ഓഫ് മോഷൻ ഏതൊക്കെ എന്ന് നോക്കാം. നോക്കട്ടെ, ഒരു ബോഡിയുടെ പൊസിഷൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ടൈമിനനുസരിച്ച് പൊസിഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ മോഷനിലാണെന്ന് പറയും. എന്നാൽ പൊസിഷന് ചേഞ്ച് ഇല്ലെങ്കിലോ റെസ്റ്റിലാണെന്ന് പറയും. അത്രയേ ഉള്ളൂ. ഓക്കെ, 3 ടൈപ്പ് മോഷനുകൾ: 1 ഡയമെൻഷൻ, 2 ഡയമെൻഷൻ, 3 ഡയമെൻഷൻ. 1 ഡയമെൻഷണൽ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഈ പെണ്ണ് ഞാൻ താഴോട്ടിട്ടാൽ ആ താഴോട്ട് പോകുന്ന ബോഡി, ഫ്രീലി ഫാളിംഗ് ബോഡി, സ്ട്രെയിറ്റ് ലൈനിലല്ലേ പോവുക? മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ് റോഡിലൂടെ കാറ് പോകുന്നു. 2 ഡയമെൻഷണൽ മോഷൻ ഇൻ എ പ്ലെയിൻ, ഒരു പ്ലെയിനിലൂടെയുള്ള മോഷൻ, സർക്കുലർ മോഷനൊക്കെ എക്സാമ്പിളാണ്. ഓക്കെ, അതേപോലെ 3 ഡയമെൻഷണൽ മോഷൻ ഇൻ സ്പേസ്, പക്ഷി പറക്കുന്നു, പട്ടം പറക്കുന്നു, വെള്ളത്തിലൂടെ മീൻ നീന്തിപ്പോകുന്നു. ഓക്കെ, ഫ്ലൈയിങ് ഓഫ് ബേർഡൊക്കെ എക്സാമ്പിളായി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ടൈപ്സ് ഓഫ് മോഷൻ 3 ടൈപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇനി മോഷനുമായി ബന്ധപ്പെട്ട 5 ടേമുകൾ പഠിക്കുക: ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, സ്പീഡ്, വെലോസിറ്റി, ആക്സിലറേഷൻ. ആദ്യം ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റ് നോക്കിയാലോ. നോക്കടാ, ഡിസ്റ്റൻസ് ട്രാവൽഡിനെ പറയുന്ന മറ്റൊരു പേരാണ് പാത്ത് ലെങ്ത് എന്ന്. എന്താണ് ഡിസ്റ്റൻസ്, എന്താ ഡിസ്പ്ലേസ്മെൻറ്റ്? ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഒരു ബോഡി ട്രാവൽ ചെയ്യുന്ന ആകെ ദൂരം, ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ്, അതാണ് പാത്ത് ലെങ്ത്. എന്നാൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ, അതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇവിടുന്ന് മോഷൻ ആരംഭിച്ചു, എന്നിട്ട് ഇങ്ങനെ പോയിതാ ഇവിടെ എത്തി. ഇനീഷ്യൽ പൊസിഷൻ എ, ഫൈനൽ പൊസിഷൻ ബി, രണ്ടും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, ആ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്, ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. എന്നാൽ ഈ ട്രാവൽ ചെയ്ത മൊത്തം ദൂരം, അതാണ് എന്ത്? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് വരാം. നോക്കിക്കോളൂ, നമ്മൾ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും എന്താ നോക്കിയാൽ യൂണിറ്റ്, രണ്ടിൻ്റെയും യൂണിറ്റ് എന്താ പറയുക? രണ്ടിൻ്റെയും യൂണിറ്റ് മീറ്ററാണ്. ഇനി ഡിസ്റ്റൻസ് സ്കേലാറാണ്, എന്നാൽ ഡിസ്പ്ലേസ്മെൻറ്റോ വെക്റ്ററാണ്. വെക്റ്ററാകുമ്പോൾ ഡയറക്ഷൻ ഉണ്ടാവും. ഒന്നുകിൽ സ്ട്രെയിറ്റ് ലൈനാണെങ്കിൽ ഇത് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈനാണ് പോകണമെങ്കിൽ ഒന്നുകിൽ ഡിസ്പ്ലേസ്മെൻറ്റ് അങ്ങോട്ട് അല്ലെങ്കിൽ ഇങ്ങോട്ട്. അങ്ങോട്ടാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻ്റ് എങ്കിൽ നമ്മൾ പോസിറ്റീവായി പറയും, ഇങ്ങോട്ടാണെങ്കിൽ നെഗറ്റീവായി പറയും. അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് 0യും ആകാം. തുടങ്ങിയ പൊസിഷനിലേക്ക് തന്നെ തിരിച്ചു വന്നാൽ ഡിസ്പ്ലേസ്മെൻറ്റ് 0യും ആകാം. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, കണ്ടെത്തുന്നത്? x2 മൈനസ് x1. എക്സ് എന്ന് പറഞ്ഞാൽ പൊസിഷനാണ്. അപ്പോൾ x1 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ പൊസിഷൻ, x2 ഫൈനൽ പൊസിഷൻ. അപ്പോൾ ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ, അഥവാ x2 മൈനസ് x1 നമ്മൾ മാത്തമാറ്റിക്കലി ഡെൽറ്റ എക്സ് എന്ന് എഴുതും. വെരി സ്മോൾ ഡിസ്പ്ലേസ്മെൻ്റ് ആകുമ്പോൾ നമ്മൾ dx എന്ന രീതിയിലും എഴുതും. ഡെറിവേറ്റീവ് ഒക്കെ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, എങ്ങനെ നോക്കണം? ഇതെങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ഒരു ബോഡി പോവുകയാണ്. ഞാൻ ആ പൊസിഷനുകൾ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് റെഫറൻസ് പോയിന്റ് 0, ഇവിടെ 1 2 3, ഇവിടെ -1 -2 നമ്പർ ലൈൻ പോലെ. ഇത് ഇനീഷ്യൽ പൊസിഷൻ, ഇത് ഫൈനൽ പൊസിഷൻ. 1ൽ നിന്ന് 4ലേക്കാണ് ബോഡി മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെ കാണും? 4 - 1 = 3. ഓക്കെ, ശരി. പ്രത്യേകം ശ്രദ്ധിക്കുക, ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും നോക്കിയാൽ ചിലപ്പോൾ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെൻറ്റിനേക്കാൾ വലുതായിരിക്കും, നേരത്തെ കണ്ടതുപോലെ. ചിലപ്പോൾ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ഈക്വൽ ആവും. ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ഒരേ ഡയറക്ഷനിൽ ഒരു ബോഡി പോയാൽ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വാല്യൂ ഈക്വൽ ആവും. അല്ലെങ്കിൽ ഡിസ്റ്റൻസ് വലുതും ഡിസ്പ്ലേസ്മെൻറ്റ് ചെറുതുമായിരിക്കും. സോ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ്. അങ്ങനെയെങ്കിൽ ഡിസ്റ്റൻസ് ബൈ ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെ എഴുതാം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ഡിസ്റ്റൻസ് ആകുമ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. സോ ഈ 2 ടേമും സെറ്റായില്ലേ, ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും. ഓക്കെ, അങ്ങനെയെങ്കിൽ ബാക്കി ടേംസ് നോക്കിയാലോ. സ്പീഡ്, വെലോസിറ്റി, ആക്സിലറേഷൻ. സിമ്പിളായി പഠിക്കാം, ഒരുമിച്ച് പഠിക്കാം. നോക്കണം, സ്പീഡ് ഡിസ്റ്റൻസ് ബൈ ടൈം, വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം, ആക്സിലറേഷൻ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. ചേഞ്ച് ഇൻ വെലോസിറ്റി പറയുമ്പോൾ ഫൈനൽ വെലോസിറ്റി v മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി u ബൈ ടൈം. a = v - u / t. യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ശ്രദ്ധിക്കണം, സ്പീഡ് വെലോസിറ്റിയുടെ പ്രാക്ടിക്കൽ യൂണിറ്റ് ആണ് km/h. km/hൽ തന്നാൽ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ശ്രദ്ധിക്കുക, സ്പീഡ് സ്കേലാർ ആയതുകൊണ്ട് സ്പീഡ് എപ്പോഴും പോസിറ്റീവായേ പറയും. എന്നാൽ വെലോസിറ്റി വെക്റ്ററാ, അങ്ങോട്ട് പ്ലസ് ആണെങ്കിൽ ഇങ്ങോട്ട് മൈനസ്. മേലോട്ടുള്ള വെലോസിറ്റി പ്ലസ് ആകുമ്പോൾ താഴോട്ടുള്ളത് മൈനസ്. ആക്സിലറേഷനും വെക്റ്ററാണ്, പ്ലസ് ആയും മൈനസ് ആയും പറയും. ശ്രദ്ധിക്കണം,
വെലോസിറ്റി കൂടി വരുമ്പോഴാണ് നമ്മൾ ആക്സിലറേറ്റ് ചെയ്യുക എന്നുള്ള വാക്ക് ഉപയോഗിക്കുക. വെലോസിറ്റി കുറഞ്ഞു വരുമ്പോൾ ഡീസിലറേഷൻ അല്ലെങ്കിൽ റിട്ടാർഡേഷൻ. എന്താണ് റിട്ടാർഡേഷൻ എന്ന് ചോദിച്ചാൽ അത് ഡിക്രീസ് ഇൻ വെലോസിറ്റി ഇൻ യൂണിറ്റ് ടൈം അല്ലെങ്കിൽ ബൈ ടൈം എന്ന് എഴുതണം. ഓക്കെ, ഇനി ഇവിടെ സ്പീഡും വെലോസിറ്റിയും നോക്കിയാൽ നേരത്തെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിൽ റിലേഷൻ പറഞ്ഞതുപോലെ സ്പീഡ് ഈസ് ആൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വെലോസിറ്റി, വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ്. അങ്ങനെയെങ്കിൽ സ്പീഡ് ബൈ വെലോസിറ്റി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1, വെലോസിറ്റി ബൈ സ്പീഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പഠിക്കാം. ഓക്കെ, ഇനി ഈ 3 ടേമുകളുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി. യൂണിഫോം സ്പീഡ്, യൂണിഫോം വെലോസിറ്റി, യൂണിഫോം ആക്സിലറേഷൻ സിമ്പിളായി പഠിക്കാം. എല്ലാത്തിൻ്റെയും ഫോർമുല ബൈ ഹാർട്ട് അല്ലേ? ഡിസ്റ്റൻസ് ബൈ ടൈം, ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം, ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരു ഈക്വൽ അങ്ങ് ആഡ് ചെയ്യും. അപ്പോൾ എന്തായി? ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ടൈം ഇൻ്റർവൽ, ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ഈക്വൽ ടൈം ഇൻ്റർവൽ, ഈക്വൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഇൻ ഈക്വൽ ടൈം ഇൻ്റർവൽ. രണ്ട് ഭാഗത്തൊരു ഈക്വൽ അങ്ങ് ഫിറ്റ് ചെയ്താൽ ആ യൂണിഫോം സ്പീഡ് വെലോസിറ്റി ആക്സലറേഷൻ്റെ ഡെഫിനിഷനായി. നോക്കണം, യൂണിഫോം സ്പീഡ് എന്ന് എപ്പോഴാണ് പറയാം? ഇഫ് ഈക്വൽ ഡിസ്റ്റൻസ് കവേർഡ് ഇൻ ഈക്വൽ ടൈം ഇൻ്റർവൽ, if equal displacement in equal time interval, if equal change in velocity in equal time interval. എപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട് ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ മോഷൻ താഴോട്ട് പോകും തോറും വെലോസിറ്റി കൂടി വരും. അപ്പോൾ ആക്സിലറേഷൻ അത് യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ എക്സാമ്പിളാണ് ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ മോഷൻ. ഇനി ആവറേജ് സ്പീഡ്, ആവറേജ് വെലോസിറ്റി അത് സിമ്പിളായി രണ്ട് ഭാഗത്തും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരു ടോട്ടൽ ആഡ് ചെയ്താൽ മതി. ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ആവറേജ് സ്പീഡ്, ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടോട്ടൽ ടൈം ആവറേജ് വെലോസിറ്റി, ടോട്ടൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടോട്ടൽ ടൈം ആവറേജ് ആക്സിലറേഷൻ. ആവറേജ് വെലോസിറ്റിയെ ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി, ആവറേജ് ആക്സിലറേഷൻ ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി. എന്നാൽ ഒരു പ്രത്യേക ഇൻസ്റ്റൻറ്റിലെ സ്പീഡാകുമ്പോൾ നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് എന്ന് പറയും. സ്പീഡ് അറ്റ് എ പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം. അങ്ങനെ വരുമ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ്. വാഹനങ്ങളുടെ സ്പീഡോമീറ്റർ കാണിക്കുന്നത് ഓരോ ഇൻസ്റ്റൻറ്റിലുള്ള വാഹനത്തിൻ്റെ സ്പീഡാണ്. Instantaneous velocity dx by dt, instantaneous acceleration dv by dt. Okay, then go to the next point. നോക്കണം, ഇവിടെ എക്സാമിന് ഇടക്കിടക്ക് ചോദിക്കാനുള്ള ഒന്നാണ് ആവറേജ് വെലോസിറ്റിയും ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയും ഈക്വലായി വരുന്നത് എപ്പോഴാണ്? ശ്രദ്ധിക്കണം, ആവറേജ് വെലോസിറ്റി നിങ്ങൾ പറഞ്ഞു ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി ആണെന്ന്. ഇവിടെ ഡെൽറ്റ ടി 0 ആകുമ്പോൾ, ഡെൽറ്റ ടി ടെൻഡിങ് ടു 0, ഡെൽറ്റ ടി ടെൻസ് ടു 0 വളരെ ചെറിയ ടൈം ഇൻ്റർവൽ ആകുമ്പോൾ ഈ ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി എന്നുള്ളത് ഡി എക്സ് ബൈ ഡി ടി ആയി മാറും. അപ്പോൾ എപ്പോഴാണ് ആവറേജ് വെലോസിറ്റി ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിക്ക് ഈക്വൽ ആവുമെന്ന് വെച്ചാൽ ഇഫ് ഡെൽറ്റ ടി ടെൻസ് ടു 0 എന്ന് പറയാം. വേറെ ഒരു ആൻസർ അതിനുണ്ട്. യൂണിഫോം മോഷൻ ആണെങ്കിൽ, യൂണിഫോം വെലോസിറ്റിയിലാണ് പോകുന്നതെങ്കിൽ അവിടെ ആവറേജ് ഇൻസ്റ്റൻറ്റേനിയസ് എല്ലാ വാല്യൂവും എപ്പോഴും സെയിം ആയി വരും. ഓക്കെ, അതേപോലെ എക്സാമിന് ആവർത്തിച്ച് ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഗിവ് ആൻ എക്സാമ്പിൾ ഫോർ എ ബോഡി പൊസസിങ് 0 വെലോസിറ്റി വിച്ച് ഈസ് ആക്സിലറേറ്റിംഗ്. വെലോസിറ്റി 0 ആണ്, എന്നാൽ ആക്സിലറേഷൻ ഉണ്ട്. നോക്കണം, വെലോസിറ്റി 0 ആണ്, ആക്സിലറേഷൻ 0 അല്ല, ആക്സിലറേഷൻ ഉണ്ട്. എക്സാമ്പിൾ എഴുതുക. ഒന്നുമില്ല, ഒരു ബോഡി നമ്മൾ മേലോട്ട് പോകുന്തോറും വെലോസിറ്റി കുറഞ്ഞു വരും. ടോപ്പിലെത്തുമ്പോൾ വെലോസിറ്റി 0 ആവും. ടോപ്പിലെത്തുമ്പോൾ വെലോസിറ്റി 0 ആവും, പക്ഷേ അപ്പോഴും ആ ബോഡിക്ക് ആക്സിലറേഷൻ ഉണ്ട്. ആ ബോഡിയുടെ വെലോസിറ്റി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ ആക്സിലറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹയസ്റ്റ് പോയിന്റിലെത്തുമ്പോൾ വെലോസിറ്റി 0, പക്ഷേ ആക്സിലറേഷൻ അപ്പോഴും 9.8. അറിയില്ലേ, മേലോട്ടും താഴോട്ടും ഗ്രാവിറ്റിയുടെ അണ്ടറിൽ മൂവ് ചെയ്യുമ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.8. ഓക്കെ, അപ്പോൾ ഇഫ് എ ബോഡി ത്രോൺ വെർട്ടിക്കലി അപ്പ് അറ്റ് ദി ഹയസ്റ്റ് പോയിന്റ് ഇറ്റ്സ് വെലോസിറ്റി ഈസ് 0 ബട്ട് ആക്സിലറേഷൻ ഈക്വൽസ് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, ശരി. അപ്പോൾ 5 ടേമുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ സെഷൻ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് 1 ഡയമെൻഷണൽ മോഷൻ. 3 തരം ഗ്രാഫുകൾ പഠിക്കാനുണ്ട്. എക്സ് ടി, വി ടി, എ ടി. എക്സ് ടി എന്ന് പറഞ്ഞാൽ പൊസിഷൻ ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ്, ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. ഈ ഗ്രാഫുകളുടെ ഷേപ്പുകൾ മനസ്സിലാക്കലാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഷേപ്പ് മനസ്സിലാക്കി പഠിക്കാൻ ചെറിയ പ്രയാസം ചിലപ്പോൾ തോന്നിയേക്കാം, എന്നാലും മനസ്സിലാക്കി പഠിക്കാൻ കഴിയുന്ന ആളുകൾക്ക് വേണ്ടി പറയട്ടെ. ഈ ഗ്രാഫുകളുടെ ഷേപ്പുകൾ മനസ്സിലാക്കാൻ നമ്മൾ ആദ്യം സ്ലോപ്പുമായി ബന്ധപ്പെട്ട കോൺസെപ്റ്റ് ക്ലിയർ ആക്കി പോകണം. നിങ്ങൾക്കറിയാം, ഇങ്ങനെ സ്ലോപ്പ് നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുണ്ട്. സ്ലോപ്പ് കാണാനുള്ള ഫോർമുല y2 മൈനസ് y1 ബൈ x2 മൈനസ് x1, അല്ലെങ്കിൽ ടാൻ തീറ്റ. ഇങ്ങനെ സ്ലോപ്പ് കാണാനുള്ള ഫോർമുല പഠിച്ചിട്ടുണ്ട്. നോക്കട്ടെ, ഇവിടെ ഈ രൂപത്തിലുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ഞാൻ എക്സ് ആക്സിസിന് പാരലായി വരച്ചാൽ അതിന് 0 സ്ലോപ്പ്. എന്നാൽ ഇങ്ങനെ വരച്ചാലോ ഇത് പോസിറ്റീവ് സ്ലോപ്പാണ്, ഇതോ നെഗറ്റീവ് സ്ലോപ്പ്. ഞാൻ ഡീറ്റെയിൽ ആയി പറയുന്നില്ല, ചുരുക്കി പറയാൻ. ഓക്കെ, 0 സ്ലോപ്പ്, പോസിറ്റീവ് സ്ലോപ്പ്, നെഗറ്റീവ് സ്ലോപ്പ്. ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആകുമ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് ഏത് ഭാഗത്തെടുത്താലും സ്ലോപ്പ് കോൺസ്റ്റൻറ്റ്. പോസിറ്റീവ് സ്ലോപ്പാണ്, അത് കോൺസ്റ്റൻറ്റ് സ്ലോപ്പാണ്.
മാറുന്നേയില്ല. എന്നാൽ ഇവിടെ നോക്ക്, ഇവിടെ ഈ ഭാഗത്തുള്ള സ്ലോപ്പാണോ ഇവിടെ എത്തുമ്പോൾ ഉള്ളത്? അല്ല, പോസിറ്റീവ് സ്ലോപ്പ് തന്നെ, പക്ഷേ ആ സ്ലോപ്പ് ഇങ്ങനെ കൂടി 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 വരികയാണ്. സ്ലോപ്പ് ഇങ്ങനെ പോസിറ്റീവ് സ്ലോപ്പ് കൂടി കൂടി വരിക. ഇത് നെഗറ്റീവ് സ്ലോപ്പാണ്. എല്ലായിടത്തും സ്ലോപ്പ് കോൺസ്റ്റൻ്റാണ്. എന്നാൽ ഇവിടെയുള്ള സ്ലോപ്പാണോ ഇവിടെ എത്തുമ്പോൾ ഉള്ളത്? അല്ല, നെഗറ്റീവ് സ്ലോപ്പ് ഇങ്ങനെ കൂടി 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 വരുന്നു. അപ്പോൾ സ്ലോപ്പുമായി ബന്ധപ്പെട്ട ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ ഗ്രാഫുകളുടെ ഷേപ്പുകൾ പഠിക്കാൻ എളുപ്പമായിരിക്കും. എന്തിനാണ് സ്ലോപ്പ് പഠിപ്പിച്ചത്? എക്സ് ടി ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടാൽ നമുക്ക് വെലോസിറ്റി കിട്ടും. വി ടി ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടാലോ ആക്സിലറേഷൻ കിട്ടും. അപ്പോൾ ഈ പോയിന്റ് വെച്ചുകൊണ്ട് ഞാൻ ഇനി കുറച്ച് ഗ്രാഫുകളുടെ ഷേപ്പുകൾ പഠിപ്പിക്കുന്നത് മനസ്സിലാക്കി പഠിക്കാൻ ഒന്ന് ശ്രമിച്ച് നോക്കുക. പ്രയാസം ഉണ്ടെങ്കിൽ ആ ഷേപ്പുകൾ ഒന്ന് ജസ്റ്റ് ബൈ ഹാർട്ടാക്കാൻ നോക്കാം. നമുക്ക് വ്യത്യസ്ത കേസിലുള്ള ഈ 3 ഗ്രാഫുകൾ ഒന്ന് ഷേപ്പ് പഠിച്ചാലോ. ആദ്യത്തെ കേസ് പഠിക്കേണ്ടത് റെസ്റ്റിലുള്ള ബോഡി, പിന്നെ യൂണിഫോം വെലോസിറ്റി പോസിറ്റീവ് ഡയറക്ഷൻ, യൂണിഫോം വെലോസിറ്റി നെഗറ്റീവ് ഡയറക്ഷൻ, അത് കഴിഞ്ഞ് യൂണിഫോം ആക്സിലറേഷൻ, യൂണിഫോം റിട്ടാർഡേഷൻ. ആക്സിലറേറ്റ് ചെയ്യുന്ന വെലോസിറ്റി കൂട്, റിട്ടാർഡേഷൻ എന്ന് പറയുമ്പോൾ വെലോസിറ്റി കുറഞ്ഞ് വരിക. നമുക്ക് ആദ്യം റെസ്റ്റിലുള്ള ബോഡി. റെസ്റ്റിലുള്ള ബോഡിയുടെ എക്സ് ടി ഗ്രാഫ്, എക്സ് എന്ന് പറഞ്ഞാൽ പൊസിഷനാണ്, പൊസിഷൻ മാറുന്നേയില്ല. അപ്പോൾ എക്സ് ടി ഗ്രാഫിൻ്റെ ഷേപ്പ് ഇങ്ങനെ. ഓക്കെ, റെസ്റ്റിലുള്ള ബോഡിക്ക് വെലോസിറ്റി 0, അപ്പോൾ 0യിലൂടെ എക്സ് ആക്സിലൂടെ, ആക്സിലറേഷനും 0. ഒന്നാമത്തെ കേസ് കഴിഞ്ഞു. എന്നാൽ യൂണിഫോം വെലോസിറ്റി പോസിറ്റീവ് വെലോസിറ്റി, യൂണിഫോം വെലോസിറ്റി. അപ്പോൾ എക്സ് ടി ഗ്രാഫിൻ്റെ ഷേപ്പ് കണ്ടോ, പോസിറ്റീവ് സ്ലോപ്പ്, കോൺസ്റ്റൻറ്റ് സ്ലോപ്പ്, യൂണിഫോം വെലോസിറ്റി. യൂണിഫോം വെലോസിറ്റി പറയുമ്പോൾ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്, ഇത് വെലോസിറ്റി ടൈം ഗ്രാഫാണ്. അപ്പോൾ യൂണിഫോം വെലോസിറ്റി. ഒരേ വെലോസിറ്റിയിൽ പോയാൽ ആക്സിലറേഷൻ ഉണ്ടോ? ഇല്ല. ഇനി യൂണിഫോം വെലോസിറ്റി നെഗറ്റീവ് ആകുമ്പോൾ ദ നെഗറ്റീവ് സ്ലോപ്പുള്ള കോൺസ്റ്റൻറ്റ് സ്ലോപ്പുള്ള സ്ട്രെയിറ്റ് ലൈൻ. യൂണിഫോം വെലോസിറ്റി നെഗറ്റീവ്, അപ്പോൾ ഞാൻ വൈ ആക്സിസ് നെഗറ്റീവ് വൈ ആക്സിസ് വരച്ചു. ഇവിടെ നെഗറ്റീവ് വെലോസിറ്റി, ഒരേ വെലോസിറ്റി, യൂണിഫോം വെലോസിറ്റി. യൂണിഫോം വെലോസിറ്റിയിൽ പോയാൽ ആക്സിലറേഷൻ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഈ 3 കേസുകളുടെയും എക്സ് ഇങ്ങനെ കോളം വൈസ് ആയും പഠിക്കുക, അതേപോലെ റോ വൈസ് ആയിട്ടും പഠിക്കുക. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എക്സ് ടി ഗ്രാഫ് ഇങ്ങനെ വന്നാൽ റെസ്റ്റ്, യൂണിഫോം വെലോസിറ്റി പോസിറ്റീവ്, യൂണിഫോം വെലോസിറ്റി നെഗറ്റീവ്. വി ടി ഗ്രാഫ് ഇങ്ങനെ വരുമ്പോൾ റെസ്റ്റ്, അതേപോലെ യൂണിഫോം വെലോസിറ്റി പോസിറ്റീവ്, യൂണിഫോം വെലോസിറ്റി. എ ടി ഗ്രാഫ് ഈ 3 കേസിലും ഇങ്ങനെയാണ്. അപ്പോൾ എ ടി ഗ്രാഫ് ഇങ്ങനെ വന്നാൽ ഒന്നുകിൽ റെസ്റ്റ് അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. അങ്ങനെയെങ്കിൽ യൂണിഫോം ആക്സിലറേഷനും യൂണിഫോം റിട്ടാർഡേഷനും കൂടി നോക്കിയാലോ. യൂണിഫോം ആക്സിലറേഷൻ ആകുന്ന സമയത്ത് സ്ലോപ്പ് ഇങ്ങനെ കൂടി 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 വരും. ഓക്കെ, യൂണിഫോം ആക്സിലറേഷൻ. യൂണിഫോം റിട്ടാർഡേഷൻ ആണെങ്കിൽ സ്ലോപ്പ് ഇങ്ങനെ കുറഞ്ഞ് വരും. ഒന്ന് ഷേപ്പ് പഠിച്ച് നോക്കണേ. യൂണിഫോം ആക്സിലറേഷൻ ആകുമ്പോൾ വെലോസിറ്റി കൂടി കൂടി വരികയാണ്. വെലോസിറ്റി കൂടി കൂടി വരുമ്പോഴല്ലേ ആക്സിലറേഷൻ. എന്നാൽ വെലോസിറ്റി കുറഞ്ഞ് വരുമ്പോൾ റിട്ടാർഡേഷൻ. ഓക്കെ, യൂണിഫോം ആക്സിലറേഷൻ, ഒരേ ആക്സിലറേഷൻ പോസിറ്റീവ്, സെയിം ആക്സിലറേഷൻ, യൂണിഫോം ആക്സിലറേഷൻ നെഗറ്റീവ്. സോ ഈ 5 കേസുകൾ, ഈ 5 കേസുകളിലെ 3 ഗ്രാഫുകളുടെ ഷേപ്പുകൾ ഒന്ന് ജസ്റ്റ് നോക്കി വെക്കുക. എക്സാമിന് ചിലപ്പോൾ ഗ്രാഫ് തന്നിട്ട് മോഷൻ എങ്ങനെയെന്ന് ചോദിക്കും. മോഷൻ പറഞ്ഞിട്ട് അതിൻ്റെ ഗ്രാഫ് വരക്കാൻ ചോദിക്കും. ഒരു ഗ്രാഫ് തന്നിട്ട് അതിൻ്റെ മറ്റൊരു ഗ്രാഫ്, എക്സ് ടി ഗ്രാഫ് തന്നിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വി ടി ഗ്രാഫ്, എ ടി ഗ്രാഫ്, ഇങ്ങനെ 3 തരത്തിലുള്ള ക്വസ്റ്റ്യൻസ്. അത് 3 ആൻസർ ചെയ്യാൻ നിങ്ങൾ ഈ ഷേപ്പുകളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, ഒന്ന് മനസ്സിലാക്കി പഠിക്കാൻ കഴിയുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ സ്ലോപ്പിൻ്റെ കാര്യം പറഞ്ഞത്. സ്ലോപ്പിൻ്റെ കാര്യം വെച്ച് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ബൈ ഹാർട്ടാക്ക് ഗ്രാഫിൻ്റെ ഷേപ്പുകൾ ഇങ്ങനെ കോളം വൈസായി നോക്കിയിട്ടൊന്ന് പഠിക്കാൻ ശ്രമിക്കണം. ഇനി ഈ 3 ഗ്രാഫുകളുടെ ഉപയോഗങ്ങൾ പറയാം. 3 ഗ്രാഫുകളുടെയും യൂസസ് ചോദിച്ചാൽ, ഏത് ഗ്രാഫിൻ്റെ യൂസ് ചോദിച്ചാലും നമുക്ക് ഒന്ന് എഴുതാം. ആ ഗ്രാഫ് കണ്ടാൽ മോഷൻ്റെ നേച്ചർ നമുക്ക് മനസ്സിലാക്കാം. ബോഡി റെസ്റ്റിലാണോ, യൂണിഫോം വെലോസിറ്റി ആണോ, യൂണിഫോം ആക്സിലറേഷൻ ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇറ്റ് ഗീവ്സ് ദി നേച്ചർ ഓഫ് മോഷൻ. ഏത് ഗ്രാഫിൻ്റെ യൂസസ് ചോദിച്ചാലും ഒന്നത് എഴുതാം. 2, എക്സ് ടി ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടാൽ വെലോസിറ്റി കിട്ടും. വി ടി ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടാലോ ആക്സിലറേഷൻ കിട്ടും. ഓക്കെ, ദെൻ മൂന്നാമതായി പഠിക്കേണ്ടത് ഈ വി ടി ഗ്രാഫിൻ്റെ ഏരിയ കണ്ടാൽ, ഗ്രാഫിന് താഴെയുള്ള ഭാഗത്തിൻ്റെ ഏരിയ കണ്ടാൽ ഡിസ്പ്ലേസ്മെൻറ്റ്. വി ടി ഗ്രാഫിൻ്റെ ഏരിയ കണ്ടാൽ ഡിസ്പ്ലേസ്മെൻറ്റ്. എ ടി ഗ്രാഫിൻ്റെ ഏരിയ കണ്ടാലോ ചേഞ്ച് ഇൻ വെലോസിറ്റി. അപ്പോൾ ഈ യൂസസ് ഒന്ന് പഠിച്ചു വെക്കുക. പ്രോബ്ലം ചെയ്യാനും ഉപകരിക്കും, 1 വേർഡ് ക്വസ്റ്റ്യനും ചോദിക്കും. ഓക്കെ, ശരി. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ഭാഗത്തു നിന്ന് എക്സാമിന് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ നോക്കിയാലോ. ഒരിക്കൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ നോക്കട്ടെ. ഷോ ദാറ്റ് ഏരിയ അണ്ടർ വി ടി ഗ്രാഫ് ഗിവ്സ് ഡിസ്പ്ലേസ്മെൻറ്റ്. വി ടി ഗ്രാഫിൻ്റെ ഏരിയ കണ്ടാൽ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടുമെന്ന് പ്രൂവ് ചെയ്യുക. അപ്പോൾ സിമ്പിളായിട്ടൊരു വി ടി ഗ്രാഫ് വരയ്ക്കുക. യൂണിഫോം വെലോസിറ്റി ഉള്ള ഗ്രാഫ് വരച്ചു. ടൈം 0, വെലോസിറ്റി v ആണ്, ഇവിടെ ടൈം t എന്ന് മാർക്ക് ചെയ്തു. ഇനി ഈ ഗ്രാഫിൻ്റെ താഴെയുള്ള പോർഷൻ എന്ന് പറയുമ്പോൾ അതൊരു റെക്റ്റാങ്കിൾ അല്ലേ വരിക. അപ്പോൾ ഏരിയ കാണുമ്പോൾ റെക്റ്റാങ്കിൾ ആകുമ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇത് ഒരു ലെങ്ത്തായും ഇത് ബ്രെഡ്ത്തായും എടുത്തു എന്ന് വിചാരിക്കുക. ഇത് 0, ഇത് v, അപ്പോൾ ഈ ഡിസ്റ്റൻസ് v അല്ലേ. ഇത് 0, ഇത് t, അപ്പോൾ ഈ ഡിസ്റ്റൻസ് t അല്ലേ. അപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് പറയുമ്പോൾ v ഇൻറ്റു t, വെലോസിറ്റി ഇൻറ്റു ടൈം. വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ്, ദാറ്റ്സ് ഓൾ.
ഓക്കെ, അപ്പം അങ്ങനെ എക്സാമിന് ചോദ്യം വരും. ചിലപ്പോൾ ഇതേ ചോദ്യം എ ടി ഗ്രാഫിൻ്റെ ഏരിയ കണ്ടാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി കിട്ടുന്നു പ്രൂവ് ചെയ്യാൻ പറഞ്ഞാലും ഇങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കണം. ദി പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് ടു ഒബ്ജക്ട്സ് എ ആൻഡ് ബി ആർ ഷോൺ ബിലോ. എയുടെയും ബിയുടെയും പൊസിഷൻ ടൈം ഗ്രാഫ് തന്നിട്ടുണ്ട്. ദ എ ബി. എയുടെ ഗ്രാഫ് എക്സ് ആക്സിസുമായി 60 ഡിഗ്രി, ബിയുടെ ഗ്രാഫ് 30 ഡിഗ്രി. ഈ ആംഗിൾ കണ്ടാൽ നമുക്ക് സ്ലോപ്പ് കിട്ടും. സ്ലോപ്പ് കാണാൻ ടാൻ തീറ്റ. ചോദ്യം, വിച്ച് ബോഡി ഹാസ് ഗ്രേറ്റർ വെലോസിറ്റി? എക്സ് ടി ഗ്രാഫ് തന്നാൽ എങ്ങനെ വെലോസിറ്റി കിട്ടും? എക്സ് ടി ഗ്രാഫിൻ്റെ സ്ലോപ്പല്ലേ വെലോസിറ്റി. അപ്പോൾ നമ്മൾ സ്ലോപ്പ് കാണുക. സ്ലോപ്പ് കാണാൻ ഈ ആംഗിൾ തന്നാൽ ടാൻ തീറ്റ എന്നുള്ള ഫോർമുല ഉപയോഗിക്കാം. വെലോസിറ്റി ഈസ് ഈക്വൽ ടു സ്ലോപ്പ്. സ്ലോപ്പ് കാണാൻ ടാൻ തീറ്റ. എ എന്ന ബോഡിയുടെ വെലോസിറ്റി കാണുമ്പോൾ ടാൻ 60 എന്ന് എഴുതണം. ടാൻ 60 √3 ആണ്, √3 യൂണിറ്റ്സ്. അപ്പോൾ വി ബി ബിയുടെ വെലോസിറ്റി കാണുമ്പോൾ ടാൻ 30 ചെയ്യുക. ടാൻ 30 എത്ര? 1/3. 1/3 ആണോ √3 ആണോ വലുത്? √3 അല്ലേ? അതുകൊണ്ട് എ എന്ന ബോഡിയുടെ സ്ലോപ്പ് കൂടുതലാണ്. അതുകൊണ്ട് എ എന്നുള്ള ബോഡിക്ക് വെലോസിറ്റി കൂടുതൽ. ആർക്കാണ് ഗ്രേറ്റർ വെലോസിറ്റി ചോദിച്ചാൽ എ എന്ന ബോഡിക്കാണ് ഗ്രേറ്റർ വെലോസിറ്റി. ഇനി ആ വെലോസിറ്റികളുടെ റേഷ്യോ കാണാനാണ്. റേഷ്യോ കാണാൻ പറഞ്ഞാൽ ഡിവൈഡ് ചെയ്യല്ലേ. അപ്പോൾ വെലോസിറ്റി ഓഫ് എ ബൈ വെലോസിറ്റി ഓഫ് ബി √3/1/√3. റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ √3 ദി ഹോൾ സ്ക്വയർ. അപ്പോൾ 3 എന്ന് കിട്ടും. 3/1 അല്ലെങ്കിൽ 3:1. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കും. ദി വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി ഈസ് ഗിവൺ. വെലോസിറ്റി ടൈം ഗ്രാഫ് തന്നിട്ടുണ്ട്. വിച്ച് പോർഷൻ ഓഫ് ദി ഗ്രാഫ് റെപ്രസെൻറ്റ് യൂണിഫോം റിട്ടാർഡേഷൻ? യൂണിഫോം റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി കുറഞ്ഞു വരികയല്ലേ. ഇവിടെ വെലോസിറ്റി കൂടി വരികയാണ്. ഇവിടെ ഒരേ വെലോസിറ്റിയാണ്. ഇവിടെ വെലോസിറ്റി കുറഞ്ഞു വരുന്നു. അപ്പോൾ വെലോസിറ്റി കുറഞ്ഞു വരുന്ന പോർഷൻ യൂണിഫോം റിട്ടാർഡേഷൻ BC. നേരത്തെ ഞാൻ പഠിപ്പിച്ച പല കേസുകൾ അതിലൊന്ന് യൂണിഫോം റിട്ടാർഡേഷൻ ആയിരുന്നു. അത് ഓർക്കുന്നവർക്കും എളുപ്പം ആൻസർ ചെയ്യാൻ പറ്റും. ഇനി ഫൈൻഡ് ദി ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ടൈം 2 സെക്കൻഡ് ടു 7 സെക്കൻഡ്സ്. 2 മുതൽ 7 സെക്കൻഡ് വരെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് കാണുക എന്നാണ്. 2ാമത്തെ സെക്കൻഡ് തൊട്ട് 7ാമത്തെ സെക്കൻഡ് വരെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് കാണാൻ പറഞ്ഞാൽ, ഈ വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് ഡിസ്പ്ലേസ്മെൻറ്റ് കാണാൻ പറഞ്ഞാൽ ഏരിയ കണ്ടാൽ മതി. സോ ഡിസ്പ്ലേസ്മെൻറ്റ് കാണാൻ ആവശ്യപ്പെട്ടാൽ ഏരിയയാണ് കാണേണ്ടത്. 2 മുതൽ 7 വരെയുള്ള ഏരിയ എന്ന് പറയുമ്പോൾ ഇതാ ഇങ്ങനൊരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ. റെക്റ്റാങ്കിൾ എന്ന് പറയുമ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇത് 2 ആണ്, ഇത് 7 ആണ്. അപ്പോൾ 2 to 7 എന്ന് പറയുമ്പോൾ 5 ആണ്. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇത് 0യും ഇത് 6ഉം ആണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് 6 ആണ്. അപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് പറയുമ്പോൾ 6 × 5 എന്ന് വരും. 6 × 5 എന്ന് വരുമ്പോൾ 30 മീറ്റർ എന്ന ആൻസർ വരും ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, ശരി. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ക്വസ്റ്റ്യൻ അല്ല, ഇനി നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ 3ാമത്തെ സെഷൻ അവസാന ഭാഗത്തേക്ക് വരികയാണ്. വേറെയും പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യണം. ഇക്വേഷൻസ് ഓഫ് മോഷൻ, ഈ ചാപ്റ്ററിലെ അതിപ്രധാനമായ ഭാഗം. ചലന സമവാക്യങ്ങൾ എന്നറിയപ്പെടുന്ന 3 ഇക്വേഷൻസ് ഏതൊക്കെ? V = U+AT. അതിൽ U എന്ന് പറയുന്നതിന് V0 എന്ന് എഴുതാറുണ്ട്. U ഇനീഷ്യൽ വെലോസിറ്റി, V ഫൈനൽ വെലോസിറ്റി, A ആക്സിലറേഷൻ, T ടൈം. ഓക്കെ, S = UT + ½ AT². S ഡിസ്പ്ലേസ്മെൻറ്റ്, അതിന് X എന്ന് എഴുതാറുണ്ട്. U എന്നതിന് V0 എന്നും എഴുതും. V² = U² + 2AS. അതിൽ U എന്നതിന് V0 എന്ന് എഴുതുന്നു, Sന് പകരം X. ഈ 3 ഇക്വേഷനുകൾ അറിയപ്പെടുന്ന പേരുകൾ. ഇത് വെലോസിറ്റി ടൈം റിലേഷൻ, ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം റിലേഷൻ, വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷൻ. ഈ ഇക്വേഷൻസ് പഠിക്കണം. യൂണിഫോം ആക്സിലറേഷനിൽ മൂവ് ചെയ്യുന്ന ബോഡികളുടെ 3 ഇക്വേഷൻസാണിത്. ഇക്വേഷൻ ബൈഹാർട്ടാക്കിയാൽ മാത്രം പോരാ. ഈ ചാപ്റ്ററിലെ ഡെറിവേഷൻ ഈ 3 ഇക്വേഷനുകൾ ഡിറൈവ് ചെയ്യലാണ്. വളരെ സിമ്പിളായി ഏറ്റവും കുറഞ്ഞ സ്റ്റെപ്പിൽ എങ്ങനെ ഈ 3 ഇക്വേഷൻസ് ഡെറൈവ് ചെയ്യാം നോക്കണം. ആദ്യം നമ്മൾ ഗ്രാഫ് വരയ്ക്കാം. എങ്ങനത്തെ ഗ്രാഫ്? യൂണിഫോം ആക്സിലറേഷനിൽ മൂവ് ചെയ്യുന്ന ബോഡിയുടെ ഗ്രാഫാണ്. ഇങ്ങനെ വരയ്ക്കുക. VT ഗ്രാഫാണ് വരയ്ക്കേണ്ടത്. വെലോസിറ്റി ടൈം ഗ്രാഫ് 0 ഒറിജിൻ തുടങ്ങരുത്, അല്പം മുകളിൽ തുടങ്ങുക. ഇത് ഇനീഷ്യൽ വെലോസിറ്റി U, ഇത് ഫൈനൽ വെലോസിറ്റി V, ഇത് ഇനീഷ്യൽ ടൈം T. ഇവിടെ എത്തുമ്പോൾ ടൈം ഇനീഷ്യൽ ടൈം 0, ഫൈനൽ ടൈം T. VT ഗ്രാഫ് ഇങ്ങനെ വരച്ചു. ഓക്കെ, എന്നിട്ട് നമ്മൾ 1ാമത്തെ ഇക്വേഷനാണ് ഡിറൈവ് ചെയ്യാൻ ചോദിച്ചെങ്കിൽ ആക്സിലറേഷൻ കാണാൻ സ്ലോപ്പ് കണ്ടാൽ പോരെ. A = സ്ലോപ്പ് എങ്ങനെ കാണും? y2 - y1 / x2 - x1 v - u/t. T ഇങ്ങോട്ട് എടുത്താൽ AT = v - u. ആ -u ഇങ്ങോട്ട് എടുത്താൽ +u. പരിപാടി കഴിഞ്ഞു. സോ v = u+8. അടുത്തത് S = UT + ½ AT² ആണെങ്കിലോ ഡിസ്പ്ലേസ്മെൻറ്റ് കാണാൻ പറഞ്ഞാൽ ഏരിയ കണ്ടാൽ മതി. അപ്പോൾ ഗ്രാഫിൻ്റെ താഴെയുള്ള ഭാഗത്തിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ ഇവിടെ കഴിഞ്ഞ ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്, പിന്നെ ഒരു ട്രയാങ്കിൾ ഉണ്ട്. അപ്പോൾ ആ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണുമ്പോൾ നോക്കണം. ഈ 0 മുതൽ U വരെയുള്ള ദൂരം എന്ന് പറഞ്ഞാൽ U അല്ലേ. ഓക്കെ, 0 മുതൽ T വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസ് പറയുമ്പോൾ T അല്ലേ. അപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് പറയുമ്പോൾ U × T. അടുത്തത് ഈ ട്രയാങ്കിളാണ്. ട്രയാങ്കിളിൻ്റെ ഏരിയ ½ B എന്ന് പറഞ്ഞാൽ ട്രയാങ്കിളിൻ്റെ ബേസ് ആണ്. ഈ ബേസ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് തന്നെയല്ലേ. 0 മുതൽ T വരെ T. അപ്പോൾ ഈ ഡിസ്റ്റൻസും T അല്ലേ.
അപ്പോൾ ബേസ് എന്ന് പറയുമ്പോൾ ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു ഹൈറ്റ്. ഈ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതാ നോക്കണം, ഇത് യുവും ഇത് വി യു ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വി മൈനസ് യു അല്ലേ, ഇത് വി മൈനസ് യു ആണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസും എന്തായിരിക്കും, വി മൈനസ് യു ആയിരിക്കും. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഹാഫ് ടി ഇൻറ്റു വി മൈനസ് യു. ഇനി അതിൽ ആ വി മൈനസ് യു നോക്കണം, വി മൈനസ് യു എന്ന് പറഞ്ഞാൽ എ ടി അല്ലേ, അപ്പോൾ ആ വി മൈനസ് യുവിന് എ ടി എന്ന് കൊടുത്താൽ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഓക്കെ, 2-3 വരിയിൽ അവസാനിച്ചു. അടുത്തത് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. വളരെ സിമ്പിളായി ചെയ്യുക. അതായത് ഈ ഗ്രാഫിൽ നിന്ന് ആക്സിലറേഷൻ കാണാൻ സ്ലോപ്പ് കണ്ടാൽ മതി എന്ന് നേരത്തെ പഠിച്ചില്ലേ. ആ സ്ലോപ്പ് വെച്ചിട്ട് നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കിയില്ലേ, വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. ആ ഇക്വേഷൻ എഴുതി ഗ്രാഫിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്നു കാണിക്കാൻ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു സ്ലോപ്പ് എന്നുകൂടി ഒന്ന് എഴുതിയെന്ന് മാത്രം. എന്നിട്ട് ഈ ഇക്വേഷൻ്റെ അപ്പുറം ഇപ്പുറം സ്ക്വയർ ചെയ്യണം. അപ്പോൾ വിനെ സ്ക്വയർ ചെയ്താൽ വി സ്ക്വയർ യു പ്ലസ് എ ടി ദി ഹോൾ സ്ക്വയർ. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യാൻ അറിയോ? എക്സ്പാൻഡ് ചെയ്യാൻ അറിയില്ലെങ്കിലും കുഴപ്പമില്ല, അറിയും നമുക്ക്. എ സ്ക്വയർ യു സ്ക്വയർ പ്ലസ് 2u എ ടി പ്ലസ് എ സ്ക്വയർ ടി സ്ക്വയർ എന്നൊക്കെയാണ്. അതെന്തോ ആവട്ടെ, നിങ്ങൾക്ക് ഈ രണ്ട് ഭാഗവും സ്ക്വയർ ചെയ്ത സ്റ്റെപ്പ് എഴുതാൻ അറിയാലോ. ഇനി ലാസ്റ്റ് ഇക്വേഷൻ കിട്ടേണ്ടത് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as അല്ലേ. അത് എഴുതി കഴിഞ്ഞ് തൊട്ട് മുകളിൽ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2a കഴിഞ്ഞിട്ട് എസ് അല്ലേ ഇവിടെ ഉള്ളത്, ആ എസ്സിന് പകരം യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നങ്ങ് കൊടുത്തേക്കുക. അവരുടെ ഡെറിവേഷൻ തീർന്നു. സോ ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞ് 2a കോമൺ ആക്കി എടുത്താൽ ഇത് തന്നെ വരിക. പക്ഷേ എക്സ്പാൻഡ് ചെയ്യാനും 2a കോമൺ ആക്കി എടുക്കാനും ആലോചിക്കാനൊക്കെ പ്രയാസം ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായി വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2a എസ്സിന് പകരം ബ്രാക്കറ്റിൽ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് കൊടുക്കുന്നതോടുകൂടി ഈ 3 ഇക്വേഷൻസും ഡിറൈവ് ചെയ്ത് തീർന്നു. ഈ ചാപ്റ്ററിൽ വേറെ ഡെറിവേഷൻ ഇല്ല. ഓക്കെ, ഇത് എക്സാമിന് ആവർത്തിച്ച് 1-2 ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാൻ ചോദിക്കൽ പതിവാണ്. നോക്കി പഠിച്ചോളണം. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ ഇക്വേഷൻസ് ഓഫ് മോഷൻ വെച്ച് എക്സാമിന് ചോദിക്കുന്ന ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ ചില എക്സ്ട്രാ റിസൾട്ടുകൾ കൂടി ഒന്ന് പഠിച്ചു വെക്കുക. ഫ്രീലി ഫാളിംഗ് ബോഡി, ഒരു ഹൈറ്റിൽ നിന്ന് എർത്തിൻ്റെ ഗ്രാവിറ്റിയുടെ കാരണം കൊണ്ട് താഴോട്ട് വീഴുന്ന ബോഡിയാണ് ഫ്രീലി ഫാളിംഗ് ബോഡി. ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ ഇനീഷ്യൽ വെലോസിറ്റി എപ്പോഴും എന്തായിരിക്കും? 0. ഫ്രീലി ഫാളിംഗ് ബോഡി താഴോട്ട് വരുമ്പോൾ ആക്സിലറേഷനെ ജി എന്ന് എഴുതണം. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എ എന്നുള്ളതിന് പകരം ജി എന്നാക്കണം. എസ് എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, ഡിസ്പ്ലേസ്മെൻറ്റിനെ ഹൈറ്റ് എന്ന് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ കേസിൽ ഇക്വേഷൻസ് ഓഫ് മോഷൻ എങ്ങനെ വരും? വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്നുള്ളത് യു 0 ആക്കി എ എന്നുള്ളതിന് ജി കൊടുത്താൽ വി ഇസ് ഈക്വൽ ടു ജി ടി എന്ന് കിട്ടും. ഓക്കെ, എസ് ഈക്വൽസ് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, എസ്സിന് എച്ച് കൊടുത്തു യു 0 ഹാഫ് ജി ടി സ്ക്വയർ. അതേപോലെ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as യു 0 കൊടുത്താൽ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2gh. അപ്പോൾ ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ ഇക്വേഷൻസ് ഓഫ് മോഷൻ എഴുതുക എന്ന് എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ 3 ഇക്വേഷൻസ് ഈ രൂപത്തിൽ എഴുതുക. ശ്രദ്ധിക്കേണ്ടത്, ഈ ഇക്വേഷനിൽ നിന്ന് ഫ്രീലി ഫാളിംഗ് ബോഡി താഴെ എത്തിക്കുന്ന ടൈം നമുക്ക് കണ്ടെത്തിക്കൂടെ? അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം വന്നു, ഒരു ഹൈറ്റിൽ നിന്ന് ഒരു ബോഡി താഴോട്ട് വീട് താഴെ എത്താൻ എത്ര ടൈം എടുക്കും? ആ ടൈം കാണാൻ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി ഇതിൽ നിന്നൊരു റിസൾട്ട് പഠിച്ചു വെച്ചാൽ വളരെ നന്നായിരിക്കും. കഴിയുന്നവർ പഠിക്കുക. ടി ഇസ് ഈക്വൽ ടു √2h/g. ഫ്രീലി ഫാളിംഗ് ബോഡി താഴെ എത്തിക്കുന്ന ടൈം √2h/g. അതേപോലെ ഇതിൽ നിന്ന് ഫ്രീലി ഫാളിംഗ് ബോഡി താഴെ എത്തുമ്പോഴുള്ള വെലോസിറ്റി കണ്ടെത്താം. വി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2gh. അപ്പോൾ വി ഇസ് ഈക്വൽ ടു √2gh. ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ ഈ 2 എക്സ്ട്രാ റിസൾട്ട് ഒന്ന് പഠിച്ചു നോക്കുക. താഴെ എത്താനുള്ള ടൈം √2h/g, താഴെ എത്തുമ്പോഴുള്ള വെലോസിറ്റി √2gh. ഓക്കെ, ഈ ഫോർമുലയൊക്കെ ഇതേപോലെ എഴുതാനും ചോദിച്ചിട്ടുണ്ട്. പ്രോബ്ലം വന്നിട്ടുണ്ട്. പ്രോബ്ലം വന്നാൽ സിമ്പിളായിട്ട് നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആൻസർ കണ്ടെത്താം. അതേപോലെ ഈ ഇക്വേഷൻസ് വെച്ച് പ്രോബ്ലം ചോദിക്കുന്ന മറ്റൊരു കേസ് നോക്കാം. ഒരു ബോഡിയെ നമ്മൾ മേലോട്ട് എറിഞ്ഞു. മേലോട്ട് പോകുന്ന ബോഡി മേലെ എത്താൻ എടുക്കുന്ന സമയം, ടൈം ഓഫ് അസെൻഡ് എന്ന് വെച്ചാൽ ടോപ്പിൽ എത്തെടുക്കുന്ന സമയം u/g. അതോടെ വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്നല്ലേ. അപ്പോൾ ഒരു ബോഡി മേലോട്ട് എറിയുമ്പോൾ വെലോസിറ്റി കുറഞ്ഞു ടോപ്പിലെത്തുമ്പോൾ വെലോസിറ്റി 0 ആവും. ഓക്കെ, പിന്നെ ആക്സിലറേഷൻ നമ്മൾ -g എന്ന് കൊടുക്കണം. അതൊരു പ്രധാന പോയിന്റ്, ശ്രദ്ധിക്കണേ. ബോഡി മേലോട്ട് എറിയുന്ന കേസിൽ ആക്സിലറേഷൻ എഴുതുമ്പോൾ നമ്മൾ -g. എന്തുകൊണ്ടാണ് മൈനസ്? മേലോട്ട ബോഡി പോകുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി താഴോട്ടല്ലേ. അപ്പോൾ -g എന്ന് കൊടുക്കണം. അപ്പോൾ ആ -g ഇങ്ങോട്ട് വരുമ്പോൾ ജി ടി ഇസ് ഈക്വൽ ടു യു എന്നാവും. അപ്പോൾ ടി ഇസ് ഈക്വൽ ടു u/g എന്ന് വരില്ലേ. അപ്പോൾ ഒരു കല്ല് മേലോട്ട് എറിഞ്ഞു, മേലെ എത്തിറക്കുന്ന സമയം u/g. അപ്പോൾ മേലൊന്ന് താഴെ എത്താനും u/g. ടോട്ടൽ ടൈം എത്ര? 2u/g. ഓക്കെ, കല്ല് മേലോട്ട് എറിഞ്ഞ ബോഡി മേലോട്ട് പോയി താഴെ എത്തിറക്കുന്ന സമയം 2u/g. അതേപോലെ ഒരു കല്ല് മേലോട്ട് എറിഞ്ഞാൽ അത് മേലെ എത്തുന്ന മാക്സിമം ഹൈറ്റ് അത് u²/2g. ഓക്കെ, കഴിയുമെങ്കിലൊന്ന് നോക്കി വെക്കുക. നോക്കി വെച്ചാൽ നമുക്ക് പ്രോബ്ലംസ് ഒക്കെ കുറേ കൂടി എളുപ്പത്തിൽ സ്റ്റെപ്പുകൾ കുറച്ച് ആൻസർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതേപോലെ ഈ ഇക്വേഷൻസ് വെച്ച് പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊന്നാണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന ചോദ്യം. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്താ? സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് നമുക്കറിയാം. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഓഫ് വെഹിക്കിൾസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വാഹനം ഓടിച്ചുകൊണ്ടിരിക്കെ ബ്രേക്ക് അപ്ലൈ ചെയ്ത് നിർത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ബ്രേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം വാഹനം പൂർണ്ണമായും നിൽക്കുന്നതിന് മുമ്പ് എത്ര ദൂരം സഞ്ചരിക്കും?
ബ്രേക്ക് അപ്ലൈ ചെയ്ത് വാഹനം നിൽക്കുന്നതിന് മുമ്പ് സഞ്ചരിക്കുന്ന ദൂരം, അതാണ് വാഹനത്തിൻ്റെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് കവേർഡ് ബൈ എ മൂവിംഗ് വെഹിക്കിൾ ബിഫോർ കമ്മിങ് ടു റെസ്റ്റ് ആഫ്റ്റർ അപ്ലൈയിങ് ബ്രേക്സ്. ഫോർമുല ബൈ ഹാർട്ടാക്കി വെക്കുക, -u²/2a, -u²/2a. എങ്ങനെ കിട്ടിയതാ? v² = u² + 2as. ഒരു വാഹനം ബ്രേക്ക് അപ്ലൈ ചെയ്ത് നിൽക്കുമ്പോൾ ഫൈനൽ വെലോസിറ്റി 0 അല്ലേ? ഇനീഷ്യൽ വെലോസിറ്റി u², അതങ്ങനെ എഴുതി. u² അങ്ങോട്ട് പോകുമ്പോൾ -u², സോ s is equal to -u²/2a. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല പഠിച്ചു നോക്കുക, -u²/2a. ഓക്കെ, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് വെച്ച് പ്രോബ്ലം എക്സാമിന് ചോദിക്കാറുണ്ട്. ഇതോ നോക്കൊരു പ്രോബ്ലം നോക്ക്, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് വെച്ച് ചെയ്യേണ്ട പ്രോബ്ലം. A car traveling at a speed of 54 km/h is brought to rest in 90 seconds. Okay? Brought to rest, coming to rest എന്ന വാഹനം നിൽക്കാൻ വേണ്ടി പോകുക. 90 സെക്കൻഡ് കഴിയുമ്പോൾ ഈ 54 km/h പോകുന്ന ആ കാർ നിൽക്കാൻ വേണ്ടി പോവുക. ഫൈൻഡ് ദി ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി കാർ ബിഫോർ കമ്മിങ് ടു റെസ്റ്റ്. അപ്പോൾ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസാണ് കണ്ടത്, -u²/2a. u എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാറ് പോയിക്കൊണ്ടിരിക്കുന്ന വെലോസിറ്റി 54, അത് km/h ആയത് കാരണം 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് m/s മാറ്റി, എന്നിട്ട് അതിനെ സ്ക്വയർ ചെയ്തു. ഇനി ആക്സിലറേഷൻ കാണണ്ടേ, v - u/t. ഫൈനൽ വെലോസിറ്റി 0, ഇനീഷ്യൽ വെലോസിറ്റി 15, ടൈം 90. അപ്പം 0 - 15 -15/90, അതിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? -1/6 എന്ന് കിട്ടും. അപ്പോൾ ആക്സിലറേഷൻ -1/6 ആണ്. എന്തുകൊണ്ട് ആക്സിലറേഷൻ മൈനസ് വന്നത്? അത് വെലോസിറ്റി കുറയാൻ. ആക്സിലറേഷൻ മൈനസ് വന്നാൽ റിട്ടാർഡേഷൻ കാണാൻ പറഞ്ഞാൽ 1/6 എന്നൊക്കെ എഴുതണം പ്രോബ്ലം ചെയ്യുമ്പോൾ. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഇവിടെ 225 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു മൈനസ് കട്ട് ചെയ്ത് പോകും. 2ഉം 6ഉം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ 1/3 എന്ന് കിട്ടില്ലേ? അപ്പോൾ 225 ഡിവൈഡഡ് ബൈ 1/3, റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 225 ഇൻറ്റു 3 675 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കുക. എ ബോൾ ഈസ് ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ് വിത്ത് എ വെലോസിറ്റി ഓഫ് 20 m/s ഫ്രം ദി ടോപ്പ് ഓഫ് എ ബിൽഡിംഗ്. ഒരു ബിൽഡിങ്ങിൻ്റെ ടോപ്പിൽ നിന്ന് 20 m/s വെലോസിറ്റിയിൽ ഒരു ബോൾ മേലോട്ടെറിഞ്ഞു. ഹൈറ്റ് ഓഫ് ദി പോയിന്റ് ഫ്രം വേർ ദി ബോൾ ഈസ് ത്രോൺ ഈസ് 25.0 മീറ്റർ. ബോൾ എറിഞ്ഞ ഭാഗത്തേക്ക് ഗ്രൗണ്ട് ലെവലിൽ നിന്നുള്ള ഹൈറ്റ് 25 മീറ്റർ. അപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് 25 മീറ്റർ എന്നെടുക്കാം. ഓക്കെ, ദെൻ ജീൻ്റെ വാല്യൂ 10 m/s² എടുക്കാൻ വേണ്ടി പറഞ്ഞു. ഹൗ ഹൈ വിൽ ദി ബോൾ റൈസ്? എത്ര ഉയരത്തിലേക്ക് പോകും? ഞാൻ നേരത്തെ ഒരു എക്സ്ട്രാ റിസൾട്ട് പഠിപ്പിച്ചില്ലേ, ഒരു കല്ല് മേലോട്ടെറിഞ്ഞാൽ, ഒരു ബോഡി മേലോട്ടെറിഞ്ഞാൽ എത്തുന്ന മാക്സിമം ഹൈറ്റ് കാണാൻ u²/2g. ആ റിസൾട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ എളുപ്പം ചെയ്യുക. യു തന്നിട്ടുണ്ട്, ജീൻ്റെ വാല്യൂ 10, എളുപ്പം കിട്ടും 20 മീറ്റർ. ശ്രദ്ധിക്കേണ്ടത്, ഈ ബോൾ എറിയുന്നത് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് 25 മീറ്റർ ഹൈറ്റ് എന്നാണ്. അവിടുന്ന് എറിഞ്ഞ് പിന്നെ 20 മീറ്റർ പൊങ്ങി. അപ്പോൾ ടോട്ടൽ എത്ര? 25 മീറ്റർ ഹൈറ്റ് എന്നാണ് എറിയുന്നത്. അങ്ങനെ 20 മീറ്റർ കൂടി പൊങ്ങിയാൽ ടോട്ടൽ ഹൈറ്റ് 25 + 10 45 മീറ്റർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ലോങ് വിൽ ഇറ്റ് ബി ദർ ബിഫോർ ദി ബോൾ ഹിറ്റ്സ് ദി ഗ്രൗണ്ട്? ഹൗ ലോങ് എന്ന് പറഞ്ഞാൽ എത്ര സമയം ഈ ബോൾ വായുവിലുണ്ടായിരുന്നു, താഴെ എത്തുന്നതിന് മുമ്പ് എത്ര സമയം. അതായത് ഈ ബോൾ മേലോട്ട് ഇങ്ങനെ പോയി പിന്നെ അവിടുന്ന് താഴോട്ട് വരിക. ഈ ബോൾ മേലോട്ട് എത്താൻ എടുക്കുന്ന ടൈം കാണണം, പിന്നെ അവിടുന്ന് താഴോട്ട് എത്താൻ എടുക്കുന്ന ടൈമും കാണണം. s = ut + ½ t² ഒക്കെ എടുത്ത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ടാക്കിയിട്ടൊക്കെ ചെയ്യുക. പക്ഷേ ഞാൻ നേരത്തെ പഠിച്ച എക്സ്ട്രാ റിസൾട്ട് നിങ്ങൾക്കറിയോ, എളുപ്പം ചെയ്യടാ. ഇവിടുന്ന് മേലോട്ട് എത്താനുള്ള ടൈം, ഒരു കല്ല് മേലോട്ടെറിഞ്ഞാൽ മേലെത്താനുള്ള ടൈം ഓഫ് അസെൻറ്റ് u/g. അപ്പോൾ ടൈം കാണാൻ പറഞ്ഞാൽ u/g കാണാം. പിന്നെ ഇവിടെ നിന്ന് നോക്കണം, ഇവിടെ എത്തുമ്പോൾ വെലോസിറ്റി 0 ആവൂലേ? 0 ആയിക്കഴിഞ്ഞാൽ പിന്നെ താഴോട്ട് വരുമ്പോൾ അതൊരു ഫ്രീലി ഫാളിംഗ് ബോഡി പോലെ അല്ലേ? ഇനീഷ്യൽ വെലോസിറ്റി 0, താഴോട്ട് വരിക ഫ്രീലി ഫാളിംഗ് ബോഡി. അപ്പോൾ ഇവിടെ നിന്ന് താഴെ എത്താനുള്ള ടൈം, ഫ്രീലി ഫാളിംഗ് ബോഡി താഴെ എത്താനുള്ള ടൈം √2h/g. ഓക്കെ, u 20/10, അപ്പോൾ 2 √2h/g. എത്ര ഹൈറ്റിലാണ്? 45 മീറ്റർ ഹൈറ്റിലല്ലേ ഉള്ളത്. അപ്പോൾ 2 × 45/10 എന്ന് പറയുമ്പോൾ 90/10, 0 കട്ട് ചെയ്താൽ √9 3. അപ്പോൾ 2 + 3. ഇവിടെ നിങ്ങട്ടെത്താൻ 2 സെക്കൻഡ്, അവിടുന്ന് താഴോട്ട് വീഴാൻ 3 സെക്കൻഡ്, 3ഉം 2ഉം 5 സെക്കൻഡ്. സോ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്നുള്ള ചാപ്റ്ററിലെ എല്ലാ ഏരിയകളും ആദ്യം ടേംസ് പഠിച്ചു, അതിനുശേഷം ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ പഠിച്ചു, അതേപോലെ ഇക്വേഷൻസ് ഓഫ് മോഷൻ്റെ ഡെറിവേഷനും അത് വെച്ച് പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും സാമ്പിൾ പ്രോബ്ലംസും നോക്കിക്കഴിഞ്ഞു. മുഴുവൻ ടോപ്പിക്കുകളും വൃത്തിയായി കവർ ചെയ്തിട്ടുണ്ട്. കൃത്യമായി പഠിക്കുക. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു ആൾ.